പെരതാമസമൊക്കെ ഭംഗിയായി കഴിഞ്ഞു. ഇനി കിട്ടിയ ഗിഫ്റ്റ്സും കൂടി അൺബോക്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കും കേട്ടോ. പിള്ളേരാണെങ്കിൽ മുൻപന്തിയിലുണ്ട് ഗിഫ്റ്റ്സ് അൺബോക്സ് ചെയ്യാനായിട്ട്. ഈ ഒരു ഡയറി ഇത്താത്തേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇന്ന് ഇവനെയും പുറത്തെടുത്തിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ തന്നു എന്നുള്ളത് നമുക്കൊന്ന് എഴുതി കുറിച്ച് വെക്കണമല്ലോ. വാപ്പിച്ചിയുടെ ഉമ്മയാണ് കേട്ടോ ഇത്. ഞങ്ങൾ എല്ലാവരും വീണ്ടും ഒത്തുകൂടിയിട്ടുണ്ട് ഗിഫ്റ്റ്സ് ഒക്കെ അൺബോക്സ് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ പൊട്ടിച്ച ഗിഫ്റ്റിലാണെങ്കിൽ ആളുടെ പേരില്ല കേട്ടോ. ഇതുപോലെ പേരില്ലാത്തതും പേരുള്ളതൊക്കെ ആയുള്ള ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പേരില്ലാത്തതുമൊക്കെ കാര്യമായി നോക്കുന്നുണ്ട് എവിടെയെങ്കിലും പേര് കുത്തി വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. ബ്രദേഴ്സ് രണ്ടുപേരും ഭയങ്കര തിരക്കിലാണ്. ഒരാൾ ഗിഫ്റ്റ് പൊട്ടിക്കുന്നു, ഒരാൾ തന്നവരുടെ പേരൊക്കെ എഴുതി വെക്കുന്നു. മോസ്റ്റ്ലി കിട്ടിയതെല്ലാം പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ. അതും യൂസ്ഫുൾ ആയതൊക്കെയാണ്. ഇതെല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ വീഡിയോ ആയിട്ട് എടുത്തത്. നമ്മുടെ കുടുംബക്കാരെല്ലാവരും ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓരോ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് എന്തൊക്കെ കിട്ടി ഏതൊക്കെയാണെന്നുള്ളത്. ഹയാസ് സ്കൂളിൽ പോയേക്കുന്നത് കൊണ്ട് തന്നെ ഹയാസിന്റെ ഒരു വലിയ കുറവുണ്ടായിരുന്നു. അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് നല്ല രീതിയിൽ വരികയായിരുന്നു കേട്ടോ. ഹംനെ കുറച്ച് ടെറർ ആയ സമയത്ത് ചിപ്സ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. ഞങ്ങളും കൂടെ കഴിച്ചു കേട്ടോ. ഓരോ പെട്ടി തുറക്കുമ്പോഴും ഇതിൽ എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു കേട്ടോ. പിന്നെ ദൈത്താത്തി ഇപ്പൊ അൺബോക്സ് ചെയ്ത സംഭവം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കായിരുന്നു കേട്ടോ. ഇതിന്റെ ഷേപ്പ് ഒക്കെ കണ്ടിട്ട് ഇത് എന്തായിരിക്കും എന്ന് അറിയാൻ. അതൊരു ഷോ പീസ് ആണ്. അൺബോക്സിംഗിന് എനർജി കൂട്ടാനായിട്ട് ഉമ്മിച്ചിത് എടുക്ക് വാട്ടർമെലൺ ഒക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പൊട്ടിക്കുന്നത് ഒരു ഡിന്നർ സെറ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോയി കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഓഫീസിലേക്ക് പോകാനുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. പോകുന്നത് പുതിയ വീട്ടിലേക്ക് തന്നെയാണ്. പെരതാമസം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അടുത്ത 2 ദിവസം ഞങ്ങൾ ഇവിടെ നിന്നായിരിക്കും കേട്ടോ ഫുഡ് അടിയൊക്കെ. ഇനി ഫുഡും കഴിച്ച് ഞങ്ങൾ ഇനി ഓഫീസിൽ പോവാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.